കേരളക്കരയെ നടുക്കിയ നെന്മാറ പോത്തുണ്ടിയിലെ സജിത കൊലക്കേസിൽ പ്രതി ചിന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് 4 അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുന്നു. 6 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കോടതിയുടെ സുപ്രധാന വിധി. കേസിന്റെ വിചാരണയിൽ ഏറെ നിർണായകമായത് പ്രതി ചിന്താമരയുടെ സഹോദരന്റെ മൊഴിയും കൊലപാതക വിവരം അറിയിച്ചുകൊണ്ടുള്ള പ്രതിയുടെ ഫോൺ രേഖകളുമായിരുന്നു. 2019 ഓഗസ്റ്റ് 30-ന് അയൽവാസിയായിരുന്ന സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന ശേഷം ചിന്താമര കൊലപാതക വിവരം ആദ്യം അറിയിച്ചത് സ്വന്തം സഹോദരനെയായിരുന്നു. ഞാൻ അവളെ വെട്ടിക്കൊന്നു എന്നായിരുന്നു ചിന്താമരയുടെ വാക്കുകൾ. എന്നാൽ ഈ ക്രൂരകൃത്യം കേട്ട സഹോദരൻ നൽകിയ മറുപടി കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. നീ എവിടെയെങ്കിലും പോയി ചത്തോ? പ്രതി ചിന്താമര കൊലപാതക വിവരം അറിയിച്ചു എന്ന സഹോദരന്റെ മൊഴിയും ഈ ആശയവിനിമയം സംബന്ധിച്ച ഫോൺ രേഖകളും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഇത് സാഹചര്യ തെളിവുകളുടെയും പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെയും ആധികാരികതയ്ക്ക് കൂടുതൽ ബലം നൽകി. ചിന്താമര എന്ന ചിന്താമരാക്ഷൻ സജിതയെ കൊലപ്പെടുത്താൻ കാരണം കടുത്ത അന്ധവിശ്വാസവും പ്രതികാരവുമായിരുന്നു. തന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോകാൻ കാരണം സജിതയാണെന്ന് ചിന്താമര സംശയിച്ചിരുന്നു. ഒരു ജോത്സ്യൻ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണ് തന്റെ കുടുംബം തകർത്തതെന്ന് പറഞ്ഞത് ചിന്താമര വിശ്വസിച്ചു. തൊട്ടടുത്ത വീട്ടിലെ സജിതയും മറ്റൊരു അയൽവാസിയായ പുഷ്പയും ഇയാൾ സംശയിച്ചു. സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ ഭാര്യയോടാണെന്ന് തെറ്റിദ്ധരിച്ച ചിന്താമര ജോത്സ്യന്റെ വാക്ക് വിശ്വസിച്ച് സജിതയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പ്രതികാരം മനസ്സിൽ ഉറപ്പിച്ചു. ഈ അന്ധവിശ്വാസവും വ്യക്തി വൈരാഗ്യവുമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതകം നടന്ന ദിവസം സജിതയുടെ മക്കൾ സ്കൂളിലും ലോറി ഡ്രൈവറായ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിലുമായിരുന്നു. സജിത അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിലാണ് അയൽവാസിയായ ചിന്താമര കൊടുവാളുമായി വീട്ടിലെത്തിയത്. പിന്നിലൂടെ എത്തി കത്തികൊണ്ട് കഴുത്തിൽ വെട്ടിയും ശരീരത്തിൽ തുടരെ വെട്ടിയും ഇയാൾ സജിതയെ കൊലപ്പെടുത്തി. കൊലപാതകം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട കൊടുവാൾ വീട്ടിൽ വെച്ച് ചിന്താമര നെല്ലിയാമ്പതി മലയിലേക്ക് ഒളിച്ചോടി. വിശന്ന് വലഞ്ഞതോടെ 2 ദിവസത്തിന് ശേഷം മലയിറങ്ങി വന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം സജിത എന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമായിരുന്നെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. സംഭവം നടന്ന 3 മാസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാനായുള്ള കാലതാമസം കാരണം വിചാരണ നീണ്ടുപോയി. 6 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കേസിൽ വിധി വരുന്നത്. പ്രതിയുടെ ഭാര്യ, കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ ഉൾപ്പെടെ 52 പേരെയാണ് പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചത്. പ്രതിയുടെ ഭാര്യയുടെ മൊഴിയായിരുന്നു ഇതിൽ പ്രധാനം. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം വീട്ടിൽ ഉണ്ടായിരുന്നതാണെന്നും ചിന്താമര മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നുവെന്നും അവർ മൊഴി നൽകി. സജിതയുടെ വീട്ടിലെ രക്തത്തിൽ ചിന്താമരയുടെ കാൽപ്പാടുകൾ, ഷർട്ടിന്റെ കീശയുടെ ഭാഗം കൃത്യം നടത്തി പുറത്തിറങ്ങിയത് കണ്ട അയൽവാസി പുഷ്പയുടെ മൊഴി തുടങ്ങിയ സാഹചര്യ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. സജിത കൊലക്കേസിൽ വിചാരണ തടവുകാരനായി 2 വർഷവും 9 മാസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ച ചിന്താമര പുറത്തിറങ്ങിയത് കേരളക്കരയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറയിൽ തിരിച്ചെത്തിയ ചിന്താമര 7 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയും വെട്ടിക്കൊന്നു. ഈ ഇരട്ട കൊലപാതകത്തെ തുടർന്ന് 20 ദിവസത്തിനകം കോടതി സജിത വധക്കേസിലെ ജാമ്യം റദ്ദാക്കി. ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 2 പേരെ കൊന്നു, 100 കൊല്ലം വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ, എത്രയും പെട്ടെന്ന് വിധി വേണം, ഇനി പുറത്തിറങ്ങേണ്ട, ആരെയും കാണേണ്ട എന്നായിരുന്നു ചിന്താമരയുടെ പ്രതികരണം. ആദ്യഘട്ടത്തിൽ പ്രതിക്കെതിരെ മൊഴി നൽകാൻ പോലും ഭയപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ സാക്ഷികൾക്ക് പോലീസ് പ്രോസിക്യൂഷൻ വിഭാഗം പൂർണ്ണ പിന്തുണയും സംരക്ഷണവും നൽകി. കേസിൽ സാക്ഷികൾ ആരും കൂറുമാറാതെ മൊഴി നൽകിയതും ചിന്താമരയുടെ സഹോദരന്റെ നിർണായകമായ രഹസ്യമൊഴിയും മറ്റു ശാസ്ത്രീയ സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് വലിയ വിജയമായി. സജിത വധക്കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ചിന്താമരയ്ക്കുള്ള ശിക്ഷാവിധി ഈ മാസം 16-ന് പാലക്കാട് 4 അഡീഷണൽ ജില്ലാ കോടതി പ്രഖ്യാപിക്കും. ജാമ്യത്തിലിറങ്ങി ഇരട്ടക്കൊല നടത്തിയ ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരള സമൂഹം. നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സജിതയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ കുടുംബവും പൊതുസമൂഹവും.